ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് കുറച്ച് മൈദയുടെ മിക്സ് ഒന്ന് കലക്കിയെടുത്ത് മാറ്റി വയ്ക്കണം. പിന്നെ സമൂസ ഷീറ്റ് വേണം, കോൺഫ്ലെക്സ് വേണം. അപ്പോൾ മൈദ മിക്സ് റെഡിയാക്കാനായിട്ട് 2-3 സ്പൂൺ മൈദ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കലക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. ആദ്യം കുറച്ച് അല്പം വെള്ളം ഒഴിച്ച് റെഡിയാക്കി എടുക്കാം, ഇല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. ഞാൻ റെഡിയാക്കിയപ്പോഴത്തേക്കും ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ചെയ്തെങ്കിലും പിന്നെ കുറച്ച് വെള്ളം അങ്ങെടുത്ത് ഒഴിച്ചു കൊടുത്ത് ലൂസായിപ്പോയി. പിന്നെ അത് മിക്സ് ആവാതിരുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചൊഴിച്ചിട്ട് പിന്നെ കറക്റ്റ് പരുവത്തിന് തന്നെ ഒന്ന് റെഡിയാക്കി എടുത്ത് വെച്ച്. പിന്നെ കോൺഫ്ലെക്സ് കൈകൊണ്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. മിക്സിയിലിട്ട് പൊടിക്കണ്ട, പൊടിച്ചാൽ നല്ലതുപോലെ അങ്ങ് അരഞ്ഞിട്ട് മാവ് പോലെ ആയിപ്പോവും. ഇത് നമ്മൾ കൈകൊണ്ടൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പരുവത്തിന് മതി. അതൊന്ന് റെഡിയാക്കി വയ്ക്കാം. പിന്നെ ഫില്ലിങ്സ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുത്തിട്ട് അതൊന്ന് മാറ്റി വെച്ച്, പിന്നെ കുറച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതും ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് സവാളയും പച്ചമുളകും കൂടി വഴറ്റിയിട്ട് അതിൽ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടൊന്ന് വഴറ്റിയിട്ട് ഈ ചിക്കനും നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും കൂടി അതിലിട്ടൊന്ന് വഴറ്റി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ ഈ ഉടച്ച് വെച്ചിരുന്ന പിന്നെ ഉരുളക്കിഴങ്ങ് കൂടെ അതിലിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒരു 2 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് വേവിച്ചിട്ട് അത് തണുപ്പിച്ചെടുത്തതാണ് ഇതിന് ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് സമോസ ഷീറ്റിനുള്ളിൽ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കാം. അതിൻ്റെ അറ്റത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മൈദയുടെ മിക്സും കൂടെ വെച്ച് കൊടുത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫസ്റ്റ് റെഡിയാക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അറ്റം കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും റെഡിയായി വന്നില്ല. പിന്നെ കുഴപ്പമില്ല, നമ്മൾ വേറെ എങ്ങും കൊടുക്കാനല്ലോ, നമ്മൾ വീട്ടിൽ കഴിക്കാനല്ലേ. എന്നിട്ട് അതിൻ്റെ സൈഡ് വശത്ത് ഇതേപോലെ ഫില്ലാവാതിരിക്കും, അവിടെ വീണ്ടും നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫുള്ള് നിറച്ച് കൊടുക്കണം. നിറച്ച് കൊടുത്തിട്ട് മൈദയിൽ മുക്കിയിട്ട് പിന്നെ കോൺഫ്ലെക്സിൻ്റെ മിക്സിലോട്ട് അതും കൂടെ ഒന്ന് മുക്കി മാറ്റി വെച്ചിട്ട് പിന്നീട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ആദ്യം ചെയ്തപ്പോഴത്തേക്ക് എനിക്കിത് കറക്റ്റ് മടങ്ങി വന്നില്ല. രണ്ടാമത് പിന്നെ വീണ്ടും ചെയ്തപ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് തോന്നിയത് ശരിയായില്ല. അത് പിന്നെ തിരിച്ചെടുത്തിട്ട് വീണ്ടും ഒന്നേന്ന് റെഡിയാക്കി എടുത്തു. അപ്പോൾ അതേപോലെ എല്ലാം തന്നെ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈദയുടെ മിക്സിൽ മുക്കിയിട്ട് കോൺഫ്ലെക്സിൽ മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാം തന്നെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്ത്, പക്ഷേ ഇത് 2 മാത്രം എത്ര മറിച്ചിട്ടും ഇട്ട അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറേ നേരം നിന്നാണ് അത് മറിച്ചിട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്ത്. പക്ഷേ അപ്പോഴത്തേക്കും കുറച്ച് ഭാഗം കരിഞ്ഞു പോയി. എന്നാലും കുഴപ്പമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികളൊക്കെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലുണ്ടല്ലോ, അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം.